നമ്മുടെ നീറ്റ് 2025 എക്സാം കഴിഞ്ഞു. ബോട്ടണിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് ഡയറക്റ്റ് കിട്ടുന്ന ക്വസ്റ്റ്യനുണ്ട്, എന്നാൽ ചിന്തിക്കേണ്ട കുറച്ച് ടൈം കൺസ്യൂമായ ക്വസ്റ്റ്യൻസുമുണ്ട്. ഒരു മീഡിയം ലെവൽ പേപ്പർ എന്ന് പറയാൻ പറ്റൂ. നല്ല ഈസി എന്നോ നല്ല ടഫ് എന്നോ പറയാൻ മാത്രമില്ല. കഴിഞ്ഞ കൊല്ലത്തേക്കാൾ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ഫിസിക്സ് കെമിസ്ട്രിക്ക് വരുമ്പോൾ ഒരുപാട് മക്കൾ വിളിച്ച് പറയുന്നുണ്ട് നല്ല ടഫാണ്, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് ഫിസിക്സും കെമിസ്ട്രിയും ടഫായിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ എഴുതിയ ഒട്ടുമിക്ക കുട്ടികൾക്കും ടഫായിരിക്കും. കട്ട് ഓഫ് അതിനനുസരിച്ച് കുറേ നിങ്ങൾ ടെൻഷൻ ഒന്നും ആകണ്ട. നിങ്ങൾ നിങ്ങളുടെ കീ എന്ന് വെച്ചിട്ട് എത്ര മാർക്ക് കിട്ടുമോ നിങ്ങളൊന്ന് മനസ്സിൽ കൂട്ടി വെക്കാം. ഓക്കെ മക്കളെ, വേഗം ചെയ്യുകയാണ്. ഞാൻ ഒരു റെക്കോർഡിങ്ങിലൊക്കെ ആയിരുന്നു, ക്ലാസ്സിലായിരുന്നു, നിങ്ങൾക്ക് വേഗം ചെയ്യുകയാണ്. അപ്പോൾ ചില സൗണ്ടിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ വരും, ഒന്ന് ക്ഷമിക്കുക. നിങ്ങൾ എൻ്റെ ഒപ്പം ഒന്ന് നോക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ 91 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതാണ് ഓക്കെ, ബോട്ടണി തന്നെയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈ പേപ്പറിൽ. ഈ ബീറ്റ ഗാലക്ടോസിഡേസിൻ്റെ ജീൻ ഉണ്ട് ഈ പ്ലാസ്മിഡിൽ. അവിടെയാണ് ഈക്കോളൈ കട്ടിങ് ചെയ്യുന്നത്. അവിടേക്ക് ഈക്കോളൈ ഉപയോഗിച്ച് നമ്മൾ കട്ട് ചെയ്തിട്ട് അവിടെ ഒരു ഡിസൈറബിൾ ജീൻ, ഒരു ഫോറിൻ DNA കയറ്റി വെക്കും. ബീറ്റ ഗാലക്ടോസിഡേസ് ജീൻ പിന്നെ പ്രവർത്തിക്കില്ല. അപ്പോൾ പിന്നെ ആ റീകോമിൻ്റെ സെല്ല് ബ്ലൂ കളറിലായിരിക്കും കാണുക. കയറ്റിയില്ലായിരുന്നെങ്കിൽ അവിടെ ജീൻ ഇല്ലായിരുന്നെങ്കിൽ വൈറ്റ് കളറിൽ കണ്ടേനെ. അപ്പോൾ റീകോമിനൻ്റ് ബ്ലൂ കളറിലായിരിക്കും കാണുക, വൈറ്റ് കളറിലായിരിക്കും കാണുക. റീകോമിനൻ്റ് വൈറ്റ് കളറിലായിരിക്കും കാണുക. ജീൻ കയറ്റിയില്ലായിരുന്നെങ്കിൽ അത് ബ്ലൂ കളറിൽ കണ്ടേനെ. ഇവിടെ എന്താ നമുക്ക് റീകോമിനൻ്റ് എങ്ങനെ തിരിച്ചറിയാമെന്നല്ലേ ചോദ്യം. റീകോമിനൻ്റ് എങ്ങനെ തിരിച്ചറിയാൻ ചോദിച്ചാൽ വൈറ്റ് കോളനി നോക്കിയാൽ മതി. വൈറ്റ് കോളനി ആയിട്ട് കാണുന്നതൊക്കെ ജീൻ കയറ്റി വെച്ച് ബീറ്റ ഗാലക്ടോസിഡേസ് ജീൻ പ്രവർത്തിക്കാത്ത പ്ലാസ്മിഡുകളായിരിക്കും, സെല്ലുകളായിരിക്കും. വൈറ്റ് കളറിലാണ്. ബ്ലൂ കളറിൽ പറ്റില്ല. ആംബിസിലും ടെട്രാസൈക്കിളും കണ്ടതിന് പറ്റില്ല. നിങ്ങൾ ജീൻ ഇവിടെ കയറ്റിയാലും ഇല്ലെങ്കിലും ആംബിസിലും ടെട്രാസൈക്കിളും ജീൻ ഒരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ റീകോമിനൻ്റ് ആയിക്കോട്ടെ നോൺ റീകോമിനൻ്റ് ആയിക്കോട്ടെ, ആംബിസിലിൽ ഒഴിച്ചാലും ടെട്രാസൈക്കിളിൽ ഒഴിച്ചാലും റീകോമിനൻ്റ് നോൺ റീകോമിൻ സെല്ലുകളും ഒന്നും പറ്റാതെ റെസിസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ അതുവഴി നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഉത്തരം വരിക. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ്. പ്രൈമറി സോഴ്സ് ഓഫ് എനർജി സോളാർ എനർജിയാണ്, സൺലൈറ്റ് ആണ്, എക്സെപ്റ്റ് ഡീപ്പ് ഹൈഡ്രോതെർമൽ എക്കോസിസ്റ്റം ഒഴികെ. റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ന്യൂ ഓർഗാനിക് മാറ്റർ ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ് ഈസ് ഇൻ എക്കോസിസ്റ്റം ഈസ് GPP, നോട്ട് NPP, ഇറ്റ് ഈസ് GPP. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റ്, 2 ഇൻകറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ്, 2 ഈസ് ഇൻകറക്റ്റ്. ഓപ്ഷൻ എ ആണ് ഉത്തരം വരിക. ഓക്കെ, അടുത്തത് ഒരു എംബ്രിയോ സാക്കിൽ 8 ന്യൂക്ലിയസ് ഉണ്ട്, 7 സെല്ലുണ്ട്. കറക്റ്റാണ്. ഈ 8 ന്യൂക്ലിയസ് ഉണ്ടായിട്ടും 7 സെല്ലാകാൻ കാരണം സെൻട്രൽ സെല്ലിൽ 2 ന്യൂക്ലിയസ് ഇരിക്കുന്നതുകൊണ്ടാണ്, പോളാർ ന്യൂക്ലിയസ് ഉള്ളതുകൊണ്ടാണ് കാരണം. റീസൺ എന്താ? സെൻട്രൽ സെല്ലിലല്ല, എഗ് അപ്പാരറ്റസിൽ 2 പോളാർ ന്യൂക്ലിയ ഉണ്ടെന്നാണ് പറയണത്. ഇത് തെറ്റാണ്. ഇത് ശരിയാണ്, തെറ്റാണ്. സെൻട്രൽ സെല്ലിലാണ് 2 പോളാർ ന്യൂക്ലിയ വരിക. അപ്പോൾ അസേഷൻ ഈസ് ട്രൂ ബട്ട് റീസൺ ഈസ് ഫോൾസ്. ഓപ്ഷൻ 1 ആണ് ഉത്തരം വരിക. അടുത്ത് നോക്ക്, ജിംനോസ്പമിനെ കുറിച്ച് ഇവിടെ കിടപ്പുണ്ട്. നെയ്ക്കഡ് സീഡ്സിനെ കവർ ചെയ്ത് ഒരു കവറിങ്ങും ഇല്ല, അതുകൊണ്ട് തന്നെ നെയ്ക്കഡായി. ഫ്രൂട്ട് ഇല്ലല്ലോ, നെയ്ക്കഡായി. ഓക്കെ, അടുത്ത നോക്ക് മക്കളെ. അടുത്ത റുബിസ്കോനെ കുറിച്ച് ഏതാണ് കറക്റ്റ്? റുബിസ്കോ ഫോട്ടോളിസിസിൽ റോൾ ഉണ്ട്, തെറ്റാണ്. അത് ഫോട്ടോസിസ്റ്റം 2 ചില സ്പെഷ്യൽ എൻസൈമാണ് അത് ചെയ്യുക, റുബിസ്കോ അല്ല. ഇറ്റ് ഹെൽപ്പ് ഇൻ കാർബോക്സിലേഷൻ ഓഫ് RBP ഇൻ കാൽവിൻ സൈക്കിൾ, ഇറ്റ് ഈസ് കറക്റ്റ് ആൻസർ. കാൽവിൻ സൈക്കിൾ ഫസ്റ്റ് കാർബോക്സിലേഷനാണ്. അതിൽ RBP കാർബൺ ഡയോക്സൈഡുമായി ചേർക്കുന്ന ആരാ? റുബിസ്കോയ. അത് കറക്റ്റാണ്. ആക്റ്റീവ് ഉള്ളി ഇൻ ഡാർക്ക്, ഇത് തെറ്റാണ്. കാൽവിൻ സൈക്കിൾ പകലും നടക്കും രാത്രിയിലും നടക്കും. നമ്മൾ ഡാർക്ക് റിയാക്ഷൻ എന്ന് ചുമ്മാ പേര് കൊടുത്തതേ ഉള്ളൂ. ലൈറ്റിന് പേര് കൊടുത്തപ്പോൾ മറ്റേ ഡാർക്ക് എന്ന് പേര് കൊടുത്തേ ഉള്ളൂ. എപ്പോഴാണോ പകലും രാത്രിയും ഒക്കെ കാൽവിൻ സൈക്കിൾ നടക്കും. എപ്പോഴാണോ കാൽവിൻ സൈക്കിൾ നടക്കാൻ ആഗ്രഹം അപ്പം റുബിസ്കോയും ആക്റ്റീവ് ആകും. അല്ലാതെ ഡാർക്കിൽ മാത്രം ആക്റ്റീവ് ആവുന്നൊന്നുമില്ല, ലൈറ്റിലും ആക്റ്റീവ് ആവും അവർ. അഫിനിറ്റി മോർ ടുവേഴ്സ് ഓക്സിജൻ അല്ല കാർബൺ ഡയോക്സൈഡ്. അപ്പോൾ ഇതും തെറ്റാണ്. ഓപ്ഷൻ 2 ആണ് ആൻസർ. ഈക്കോളൈ ഉപയോഗിച്ച് നമ്മൾ ഈക്കോളൈ അല്ല, എലിലില്ലി കമ്പനി എന്ത് ചെയ്തു? A ചെയിനും B ചെയിനും ഇൻസുലിനെ എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഈക്കോളയിലേക്ക് കൊടുത്ത് ആർട്ടിഫിഷ്യലായിട്ട് പ്രൊഡ്യൂസ് ചെയ്തു, ഡൈസൾഫൈഡ് ബോണ്ട് ക്രിയേറ്റ് ചെയ്തു. അപ്പം ഈക്കോളയാണ് ഉപയോഗിച്ചത്. ഈക്കോളൈ ഈസ് എ ബാക്ടീരിയം. ഓപ്ഷൻ 3 ആണ് ഉത്തരം വരിക. അടുത്ത് നോക്കാം മക്കളെ. ഓക്കെ, സ്പിൻഡിൽ ഫൈബേഴ്സിൻ്റെ പണി എന്താ? സ്പിൻഡിൽ ഫൈബേഴ്സിൻ്റെ പണി 2 ക്രോമസോമുകളെ സെപ്പറേറ്റ് ആക്കുക, സെപ്പറേറ്റ് ക്രോമസോം. ഓക്കെ, 3 ആണ് ഉത്തരം വരിക. അടുത്ത് നോക്ക്, ഇത് സുവോളജിയാണ്. അടുത്ത ഇതൊക്കെ സുവോളജി ആണെന്ന് തോന്നുന്നു. ഇത് പോളിമറൈസ് ചെയിൻ റിയാക്ഷനിൽ എങ്ങനെയാണ് പോവുക? ഒരു പോളിമറൈസ് നടന്നാൽ, ഒരു വട്ടം നടന്നാൽ 2 DNA ആകും. ആ 2 DNA രണ്ടാമത്തെ വട്ടം പോളിമറൈസ് നടന്നാൽ 4 ആകും. 4 DNA ഒന്നുകൂടെ നടന്നാൽ അത് 8 ആകും. അപ്പോൾ ആദ്യം 2⁻1, ഇത് 2⁻2, പിന്നെ 2⁻3 അങ്ങനെ പോവുക. 2ൻ്റെ
ഇരട്ടിയായിട്ടാണ് പോവുക. ഓക്കെ, അപ്പോൾ 2n എത്ര വട്ടം n ആണ് PCR നടന്നിട്ടുണ്ടെങ്കിൽ അവസാനം കിട്ടുന്ന DNA എമൗണ്ട് എത്ര ആയിരിക്കും? 2n ആയിരിക്കും വരിക. ഓക്കെ, 108 അതാണ് വരിക. ബോത്ത് വിൻഡ് ആൻഡ് വാട്ടർ പോളിനേറ്റഡ് ഫ്ലവേഴ്സ് ആർ വെരി കളർഫുൾ ആൻഡ് പ്രൊഡ്യൂസ് നോട്ട് കളർഫുൾ അല്ല, പെയിനുമില്ല. കാരണം എന്താ? വിൻഡിനും വാട്ടറിനും ഒന്നും ഇൻസെക്റ്റിനെ അട്രാക്ട് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇൻസെക്റ്റിനെ അട്രാക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് റീസണിൽ വരേണ്ടത്. അത് തന്നെ വന്നേ നമുക്കൊന്ന് നോക്കാം. ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ഇനോർമസ് എമൗണ്ട് ഓഫ് പോളൻ ഗ്രെയിൻ ഇൻ വിൻഡ് വാട്ടർ. അത് കറക്റ്റാണ്. വിൻഡിലും വാട്ടറുമൊക്കെ കുറേ പോളൻ ഗ്രെയിൻസ് ഉണ്ടാക്കണം. കാരണം വിൻഡ് വാട്ടറൊക്കെ പറത്തിക്കൊണ്ട് കൊണ്ടുപോകുമ്പോൾ കുറേ എണ്ണം ലോസായി പോകുന്നുണ്ട്. ആ ലോസിനെ നികത്താൻ വേണ്ടി കുറേ പ്രൊഡ്യൂസ് ചെയ്യണം. കറക്റ്റാണ്. അസേഷൻ കറക്റ്റാണ്, റീസണും കറക്റ്റാണ്. ബട്ട് അസേഷൻ്റെ കറക്റ്റ് റീസണായിട്ട് എന്താ വരിക? ടു അട്രാക്റ്റ് ഇൻസെക്ട്സ് അങ്ങനെ വരണം. പക്ഷേ റീസൺ അസേഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. അസേഷൻ ആൻഡ് റീസൺ ആർ ട്രൂ, ബട്ട് റീസൺ ഈസ് നോട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേഷൻ. ഓപ്ഷൻ 4 വരിക. എപ്പിഫൈറ്റും ഏത് റിലേഷനാണ് കാണിക്കുക? മാംഗോ ട്രീയും. മാംഗോ ട്രീയിൽ ഒരു സൈഡിൽ എപ്പിഫൈറ്റ് കയറിയിരിക്കും. എപ്പിഫൈറ്റ് കയറിയിരിക്കുന്ന കാരണം മാംഗോ ട്രീക്ക് പോസിറ്റീവ് ഇല്ല, നെഗറ്റീവ് ഇല്ല, 0. എന്നാലോ മാംഗോ ട്രീയിൽ ഇരിക്കുന്ന കാരണം എപ്പിഫൈറ്റുകൾക്ക് സൺലൈറ്റ് കൂടുതൽ കിട്ടുന്നുണ്ട് ഫോട്ടോസിന്തസിസ് ചെയ്യാൻ. അപ്പോൾ ഇവന് പോസിറ്റീവായി. 0യും പോസിറ്റീവ് ആണെങ്കിൽ അത് ഏതാ? കമൻസാലിസമാണ് വരിക. കമൻസാലിസം ഓപ്ഷൻ 3 വരിക. ഓക്കെ, അവിടെ കുറച്ച് പരിമിതി ഉണ്ട്, വേഗം ചെയ്യാൻ കേട്ടോ. കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, അടുത്തത് ഇതാണ് നമ്മുടെ ബയോ റിയാക്ടർ. ഇത് മോട്ടർ, ഇത് ഫോം ബ്രേക്കർ, ഫ്ലാറ്റ് ബ്ലേഡ് ഇമ്പല്ലർ, സ്റ്റീം ഫോർ സ്റ്റെറിലൈസേഷൻ. ഫോം ബ്രേക്കർ ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ C ആണ് വരിക. ഈ കുട്ടി D ആണ്, തെറ്റാണ്. ഓപ്ഷൻ C ആണ് വരിക. ഓപ്ഷൻ 2 ഉത്തരം. അതിൽ C എന്നുള്ളതാണ് കറക്റ്റ് ഫിഗർ. അടുത്തത് നമ്മുടെ അല്ല, ബോട്ടണി അല്ല. പാർത്തനോകാർപ്പി ഇൻഡ്യൂസ്ഡ് ബൈ ഓക്സിൻ. ടൊമാറ്റോയിൽ പാർത്തനോകാർപ്പി ഓക്സിൻ ചെയ്യുന്നുണ്ട്. പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ഡിവൈഡ് ഇൻറ്റു പ്രൊമോട്ടർ ആൻഡ് ഇൻഹിബിറ്റർ. കറക്റ്റാണ്, പ്രൊമോട്ടറാണ്. ചില ഓക്സിന് ഗിബർലിൻ സൈറ്റോകൈനൊക്കെ പ്രൊമോട്ടറാണ്, അബ്സിസിക് ആസിഡ് ഇൻഹിബിറ്ററാണ്. എതിലെയും രണ്ടുമാണ്. ഡീഡിഫറൻഷിയേഷൻ ഈസ് എ പ്രീ റിക്വസൈറ്റ് ഓഫ് റീഡിഫറൻഷിയേഷൻ. റീഡിഫറൻഷിയേഷൻ്റെ പ്രീ റിക്വസൈറ്റ് ആണ് ഡീഡിഫറൻഷിയേഷൻ. അതിൻ്റെ മീനിങ് എന്താ? റീഡിഫറൻഷിയേഷൻ നടക്കണമെങ്കിൽ തൊട്ട് മുമ്പ് ഡീഡിഫറൻഷിയേഷൻ നടന്നിരിക്കണം. അത് കറക്റ്റാണ്. റീഡിഫറൻഷിയേഷൻ നടന്നാലേ ഡീഡിഫറൻഷിയേഷൻ നടക്കൂ, അത് നടന്നാലേ റീഡിഫറൻഷിയേഷൻ നടക്കൂ. അപ്പോൾ റീഡിഫറൻഷിയേഷന് തൊട്ട് മുമ്പ് ഡീഡിഫറൻഷിയേഷൻ നടന്നിരിക്കണം. അത് കറക്റ്റാണ്. അബ്സിസിക് ആസിഡ് പ്ലാന്റ് പ്രൊമോട്ടർ അല്ല, ഇൻഹിബിറ്ററാണ്. എപ്പിക്കൽ ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ എപ്പിക്കൽ ബഡിൻ്റെ വളർച്ചയാണ്, ലാറ്ററൽ ബഡിൻ്റെ വളർച്ചയല്ല. ഇതും തെറ്റാണ്. ഓപ്ഷൻ ABC ആണ് കറക്റ്റ് ഉത്തരം വരിക. ഓപ്ഷൻ 3. അടുത്തത് ഇതൊക്കെ ജെനറ്റിക്സ് ആണ്. സൈഗോമോർഫിക് ഫ്ലവർ ഏതാ? P ആണ് കേട്ടോ. ഇത് സുവോളജി ആണെന്ന് തോന്നുന്നു, ഇത് മൈക്രോബാന്ന് തോന്നുന്നു. പക്ഷെ നമുക്ക് പറ്റും. ഇതിലേതാണ് നൈട്രജൻ ഫിക്സ് ചെയ്യാത്തത്? ഇതൊക്കെ എന്താ? സയനോ ബാക്ടീരിയ. ഇത് എന്താ? ആൽഗകളാണ്. ഇത് പറ്റില്ല. ഓപ്ഷൻ D ആണ് വരിക. ഫാദർ ഓഫ് ഇന്ത്യൻ എക്കോളജി ഇത് നമ്മുടെ എക്കോസിസ്റ്റത്തിൻ്റെ എക്കോളജീനെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ബോർഡ് എക്സാമിന് വരെ നമ്മൾ പഠിപ്പിക്കുന്നതാണ്. റാംഡിയോ മിശ്ര. ഫാദർ ഓഫ് ഇന്ത്യൻ എക്കോളജി എന്താ? ഇൻട്രൊഡക്ഷൻ ടോപ്പിക്കിലുണ്ട്. റാംഡിയോ മിശ്ര. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒരു പ്രത്യേകത ഉണ്ട്. ഈ ക്വസ്റ്റ്യനിൽ ഇത് സുവോളജി എന്നുള്ളതാണ്, ഇത് ബോട്ടണി എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. സുവോളജിയിൽ ഇത് ട്രാൻസ്ലേഷൻ്റെ സമയത്ത് പറയുന്ന ടോപ്പിക്കാണെന്ന് തോന്നുന്നു. ട്രാൻസ്ഫർ ഓഫ് RNA ആൻഡ് tRNA ആൻഡ് RNA ഡു നോട്ട് ഇൻറ്ററാക്ട് വിത്ത് mRNA. പക്ഷേ ഇൻറ്ററാക്ട് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഡു നോട്ട് ഇൻറ്ററാക്ട് വിത്ത് mRNA. ട്രാൻസ്ഫർ ഓഫ് RNA ആൻഡ് റൈബോസോമൽ RNA ഡു നോട്ട് ഇൻറ്ററാക്ട് വിത്ത് mRNA. ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് തോന്നുന്നു. ഇതല്ല ഈ സോളജി നിങ്ങളൊന്ന് വെരിഫൈ ചെയ്യുക. സോളജീൻ്റെ ടോപ്പിക്കാണിത്. ഇത് ബോട്ടണീൻ്റെ ആണ് വരിക. RNA ഇൻ്റർഫറൻസിലുള്ളതാണ്. ഇത് കറക്റ്റാണ്. ഓൾ യൂക്കാരിയോട്ടിക് ഓർഗാനിസത്തിൽ നെമറ്റോഡിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന സെല്ലുലാർ ഡിഫൻസ് ചെയ്ത RNA ഇൻ്റർഫറൻസ്. ഓക്കെ, ഇത് എക്സെപ്ഷൻ്റെ ഇത് NCERT പ്രകാരം ഓൾ യൂക്കാരിയോട്ടിലുണ്ട്. പക്ഷേ ചില ഫംഗസുകളിൽ യൂക്കാരിയോട്ട് ആയിരുന്നിട്ട് പോലും ചില ഫംഗസുകളിൽ ഇൻ്റർഫറൻസ് ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ പഠിക്കേണ്ട. ബട്ട് അക്കോർഡിംഗ് ടു NCERT ഓൾ യൂക്കാരിയോട്ടിൽ അത് വർക്ക് ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് 2 എന്തായാലും കറക്റ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 കറക്റ്റാണ്. ഇത് രണ്ട് ഏതെങ്കിലും ഒന്നാ വരിക. 1 സുവോളജിയിലാണ്. നിങ്ങളൊന്ന് നോക്കുക കേട്ടോ. ഓക്കെ, അടുത്ത നോക്ക്. അടുത്ത നമ്മുടെ ഏതാ വരിക? ഓക്കെ, ഇതാണ് വരിക. മാച്ച്. ഇത് സിമ്പിളാണ്. ടെറിഡോഫൈറ്റ് എന്താ? സാൽവി അല്ല, ജിങ്കോ അല്ല, ജിംനോസ്പെമാണ്, പോളിട്രിക്കം അല്ല, സാൽവീനിയ. ടെറിഡോഫൈറ്റ് സെലാജിനല്ല, സാൽവീനിയ, എട്രോസ്പോറസ്. A4 വരണം. A4 വരുന്ന 2 ഓപ്ഷനുകളുണ്ട്. A4 വരുന്ന 2 ഓപ്ഷനുകളുണ്ട്.
പിന്നെ B3 ആണ് വരിക, നോക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾ CD നോക്കിയാലേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. C&Dയിൽ നമുക്ക് ഏതാ ജിംനോസ്പം നോക്കാം, ജിങ്കോ D2 വരുന്ന ഓപ്ഷൻ ഏതാ, ഇതാണ് വരിക. അപ്പോൾ ഓപ്ഷൻ 4 ഉത്തരം വരിക കേട്ടോ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ബോർഡ് എക്സാമിന് വരെ ചോദിക്കുന്നതാണ്. എക്സാമ്പിൾ പഠിച്ച് വെച്ചാൽ കിട്ടുന്നതേ ഉള്ളൂ. ഓക്കെ, അടുത്ത് നോക്ക്. ഓക്കെ, അടുത്തത് ഏതാണ്? ന്യൂ ബ്രയോഫൈറ്റിൽ ജെമ്മ എന്തിനാ ഹെൽപ്പ് ചെയ്യുക? അസെക്ച്വൽ റീപ്രൊഡക്ഷൻ. ജെമ്മ ഹെൽപ്പിൻ ഏതാ? അസെക്ച്വൽ റീപ്രൊഡക്ഷൻ. ഓപ്ഷൻ 4 വരിക. പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ഗോൾഗി അപ്പാരറ്റസ് ടു പാക്ക് മെറ്റീരിയൽ എന്നാണ് തോന്നുന്നു. മെറ്റീരിയൽ മെയ്ഡ് ബൈ എൻഡോപ്ലാസ്മിക് റെറ്റിക്യുലം ഉണ്ടാക്കുന്ന സാധനങ്ങളെ പാക്ക് ചെയ്യുകയും എന്നിട്ട് സെല്ലിൻ്റെ ഉള്ളിലേക്കും സെല്ലിൻ്റെ പുറത്തേക്കും ഡെലിവറി ചെയ്യുന്നു. ഇത് കറക്റ്റാണ്. വെസിക്കൽ കണ്ടെയ്നിങ് മെറ്റീരിയൽ മെയ്ഡ് ബൈ എൻഡോപ്ലാസ്മിക് റെറ്റിക്യുലം ഫ്യൂസ് വിത്ത് സിസ്ഫേസുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു, എന്നിട്ട് മോഡിഫൈഡ് ഇൻ ട്രാൻസ്ഫേസ്. അത് കറക്റ്റാണ്, രണ്ടും കറക്റ്റാണ്. അസേഷനും റീസണും കറക്റ്റാണ്. ഓക്കെ, ഇത് പാക്കിംഗ് ആണ് ഇവൻ ചെയ്യുന്ന ഫംഗ്ഷൻ. പാക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? സിസ്ഫേസിൽ ഫ്യൂസ് ചെയ്ത് ട്രാൻസ്ഫേസിലൂടെയൊക്കെ ഇറങ്ങി പോകുമ്പോഴാണ് പാക്കിംഗ് നടക്കുക. അപ്പോൾ ഇത് അസേഷൻ്റെ തന്നെ റീസണാണ്. ഇത് അസേഷൻ്റെ റീസണും ട്രൂ ആണ്, അസേഷൻ്റെ കറക്റ്റ് റീസണുമാണ്. ട്രൂ അസേഷൻ ആർ ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. കറക്റ്റ് ഓപ്ഷൻ 3 വരിക കേട്ടോ. ഓപ്ഷൻ 3 വരിക. കറക്റ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. റിഡക്ഷനിസ്റ്റ് ബയോളജിസ്റ്റ്, ഇത് നമ്മുടെ ഇൻട്രൊഡക്ഷൻ, ഏതോ ഒരു ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറയുന്നുണ്ട് റിഡക്ഷനിസ്റ്റ് ബയോളജിസ്റ്റ്. ഇൻട്രൊഡക്ഷൻ ഒരുപാട് വന്നു. റാംഡിയോ മിശ്രയെ കുറിച്ച് വന്നു. ഇത് റിഡക്ഷനിസ്റ്റ് ബയോളജിസ്റ്റ് അതിനെക്കുറിച്ച് വന്നു. ഇതെന്താ? ജീനുകളെക്കുറിച്ച് പഠിക്കുന്നവരാണ് റിഡക്ഷനിസ്റ്റ് ബയോളജിസ്റ്റ്. ഫിസിക്കൽ സ്ട്രക്ചർ, ഒരു ജീൻ ഉണ്ടെങ്കിൽ DNA ഉണ്ടെങ്കിൽ അതിൻ്റെ ഫിസിക്കൽ സ്ട്രക്ചർ, അതിൻ്റെ കെമിക്കൽ സ്ട്രക്ചറൊക്കെ പഠിച്ച് ലിവിങ് ഓർഗാനിസത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നവരാണ് റിഡക്ഷൻ ബയോളജിസ്റ്റ് എന്ന് NCERT പറയുന്നുണ്ട്. ഫിസിക്കോ കെമിക്കൽ അപ്രോച്ച് ടു സ്റ്റഡി അണ്ടർസ്റ്റാൻഡ് ദ ലിവിങ് ഓർഗാനിസം. ഇതാണ് വരിക. നിങ്ങൾ ആ ഭാഗം ഒന്നുകൂടെ ഒന്ന് വായിക്കണം, എന്നിട്ട് ഇതൊന്ന് വെരിഫൈ ചെയ്യാം. ഓക്കെ, ഇത് എന്താണെന്ന് വെച്ചാൽ കുറേ നല്ല നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല നല്ല ക്വസ്റ്റ്യൻസാണ്. റാംഡിയോ മിശ്ര ഒരു പേര് മാത്രം, പക്ഷേ ചില കുട്ടികൾ എഴുതിയിട്ട് പോലുമില്ല. അത് ഫ്രണ്ട് ഭാഗം വായിക്കാത്തതിൻ്റെ പ്രശ്നമാണ്. ഒരു MMCന്ന് എങ്ങനെയാണ് മെച്വർ ഫീമെയിൽ ഗെമറ്റോഫൈറ്റ് എന്ന് പറഞ്ഞാൽ എംബ്രിയോസാക്ക് ഉണ്ടാക്കുക? MMC ആദ്യം ഒരു മിയോസിസിന് പോകണം, എന്നിട്ട് 4 മൈക്രോസ്പോർ ഉണ്ടാകും. ഓക്കെ, മെഗാസ്പോർ മദർ സെല്ലാണ് കേട്ടോ. നമ്മൾ MMC എന്ന് അങ്ങനെ മൈക്രോസ്പോർ മദർ സെല്ലിനെ വിളിക്കാറുള്ളൂ. മെഗാസ്പോർ മദർ സെല്ലിനെ അങ്ങനെ MMC എന്ന് വിളിക്കാറില്ല. മെഗാസ്പോർ മദർ സെല്ല് നേരെ ആദ്യം മിയോസിസിന് പോകും, എന്നിട്ട് 4 മൈക്രോസ്പോറുകൾ ഉണ്ടാകും. അതിൽ 3 നശിക്കും, 1 ഫങ്ഷണലാകും. ആ ഫങ്ഷണലിൽ അടുപ്പിച്ച് 3 മൈറ്റോസിസ് നടക്കുമ്പോഴാണ് മെച്വർ ഫീമെയിൽ ഗെമറ്റോഫൈറ്റ് ഉണ്ടാകുക. അപ്പോൾ ഒരു മിയോസിസും 3 മൈറ്റോസിസും. ഓപ്ഷൻ A ആണ് കറക്റ്റ്. ഫിഗ് ഫ്രൂട്ട് അറിയാലോ. ഫിഗും വാസ്പ് വന്ന് മുട്ടയിടുന്ന കാരണം ഫിഗ് തിരിച്ച് പോളിനേഷനൊക്കെ ചെയ്യും, അറിയാലോ. രണ്ടുമുണ്ട്, മ്യൂച്വലിസമാണ് അവിടെ കാണുക. ഫിഗ് ഫ്രൂട്ടിൻ്റെ ഉള്ളിൽ ഫിഗ് വാസ്പ് കാണും, കുട്ടികൾ കാണും അതിൻ്റെ ഉള്ളിൽ. അതുകൊണ്ട് നോൺ വെജാണ്. ഓക്കെ, ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ വെജാണ്, പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഒരു ഇൻസെക്റ്റൊക്കെ വന്നപ്പോൾ നോൺ വെജ് കണ്ടൻറ്റ് വന്നില്ലേ? ഇത് കറക്റ്റാണ്. സെഗ്മെൻറ്റ് 2 എന്താ? ഫിഗ് വാസ്പ് ആൻഡ് ട്രീ എക്സിബിറ്റിംഗ് മ്യൂച്വൽ റിലേഷൻഷിപ്പ് ഇൻ ഫിഗ് വാസ്പ് കംപ്ലീറ്റ് ഇറ്റ്സ് ലൈഫ് സൈക്കിൾ ഇൻ ഫിഗ് ഫ്രൂട്ട്. ഫിഗ് വാസ്പ് കംപ്ലീറ്റ് ഇറ്റ്സ് ലൈഫ് ഫിഗ് ഫ്രൂട്ടിൽ കംപ്ലീറ്റ് ചെയ്യും. ഫിഗ് ഫ്രൂട്ട് തിരിച്ച് പോളിനേറ്റ് ചെയ്യും. ആര് കാരണം? വാസ്പ് കാരണം. ഇതും കറക്റ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 ഉം 2 കറക്റ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ബോത്ത് ആർ കറക്റ്റ്. 2 ഒന്നും അല്ല കേട്ടോ ഉത്തരം, 3 ആണ് ഉത്തരം. ദ സെൽസ് ഓഫ് ടെപ്പിറ്റം പ്രോസസ് ഡെൻസ് സൈറ്റോപ്ലാസം. അത് കറക്റ്റാണ്. ജനറലി മോർ ന്യൂക്ലിയസും ഉണ്ട്. ഓക്കെ, ബോർഡ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. അസേഷൻ കറക്റ്റാണ്. ഓക്കെ, റീസൺ പ്രസൻസ് ഓഫ് more than one nucleus of tapetum increases efficiency for nourishing developing microspore mother cell. മൈക്രോസ്പോർ മദർ സെല്ല് വളർന്നു വരുന്ന മൈക്രോസ്പോർ പ്രസൻസ് ഓഫ് മോർ ദാൻ 1 ന്യൂക്ലിയസ് ഇൻക്രീസസ് ദ ടപ്പീറ്റം എഫിഷ്യൻസി ഓഫ് നറിഷിങ് ഡെവലപ്പിംഗ് മൈക്രോസ്പോർ മദർ സെല്ലോ. മൈക്രോസ്പോർ മദർ സെൽ എന്ന് പറഞ്ഞാൽ അത് സ്പോറോജീനസ് സെല്ല് തന്നെ. ആ വളർന്നു വരുന്ന സ്പോറോജീനസ് സെല്ലിന് ഫുഡ് നറിഷ്മെൻറ്റ് നടത്തുന്നത് ഈ ന്യൂക്ലിയസിൻ്റെ എമൗണ്ട് കൂടിയത് കൊണ്ടാണെന്നാണ് പറയുന്നത്. സത്യം ന്യൂക്ലിയസ് കൂടിയോണ്ടല്ല. NCERT പറയുന്നത് ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഡെൻസ് സൈറ്റോപ്ലാസം. NCERT ഇങ്ങനെ തന്നെയാണ് പറയുന്നത്, ഡെൻസ് സൈറ്റോപ്ലാസം എന്ന് വെച്ചാൽ നല്ല തടിച്ച് എമൗണ്ട് കൂടിയ നല്ല എമൗണ്ട് സൈറ്റോപ്ലാസം ഉണ്ട്. അതുകൊണ്ടാണ് അവർക്ക് നറിഷ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് പറയണത്. ന്യൂക്ലിയസ് കൂടിയോണ്ടല്ല, സൈറ്റോപ്ലാസം കൂടിയോണ്ടാണ് ഉത്തരം വരിക. ഓപ്ഷൻ A കറക്റ്റ് ആകും. ഓപ്ഷൻ B തെറ്റാണ് കേട്ടോ.
ഓപ്ഷൻ എ ട്രൂ, ബി ഓപ്ഷൻ എ സോറി അസേഷൻ കറക്റ്റ്, റീസൺ ഫോൾസ്. അസേഷൻ ട്രൂ, റീസൺ ഫോൾസ്. ബോത്ത് അസേഷൻ റീസൺ തെറ്റ്, ബോത്ത് അസേഷൻ ട്രൂ തെറ്റ്, അസേഷൻ ഇസ് ഫോൾട്ട് ബട്ട് റീസൺ ഇസ് ട്രൂ. അസേഷൻ ഫോൾസ് തെറ്റാണ്. ഓക്കെ ഓക്കെ. പിന്നെ എൻ സി ആർ ടി വേറൊന്ന് പറയുന്നുണ്ട്, നറിഷ് ചെയ്യുന്ന ഡെവലപ്പിംഗ് പോളൻഗ്രെയിനെയാണെന്നും പറയുന്നുണ്ട് കേട്ടോ അവിടെ. എൻ സി ആർ ടി വേണം അങ്ങനെ ആലോചിക്കാൻ വേണ്ട. സൈറ്റോപ്ലാസത്തിലെ എമൗണ്ട് കൂടിയോണ്ടാണ് അത് എന്ത് ചെയ്യുന്നത്, നറിഷ് ചെയ്യുന്നത്. ഓക്കെ, ഇത് സെൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. യൂക്കാരിയോട്ടിക് ഓർഗൻ ഏതാണ് കറക്റ്റ് എന്നാണ് കേട്ടോ. യൂക്കാരിയോട്ടിക് റൈബോസോം 8 years ആണ്, പ്രോക്യാരിയോട്ടിക് 7 years ആണ്, കറക്റ്റാണ്. റൈബോസോം 2 സബ് യൂണിറ്റ് 2 കഷ്ണങ്ങളുണ്ട്, എയും ബിയും കറക്റ്റാണ്. 8 years 70 years 40 years കൊണ്ട് ഉണ്ടാക്കി, 70 years 50 years 30 years കൊണ്ട്, ഇത് കറക്റ്റാണ്. എ ബി സി കറക്റ്റാണ്. എ ബി സി കറക്റ്റ്. അപ്പോൾ ഇത് മാത്രം നോക്കിയാൽ മതി. 3 ഓപ്ഷനുള്ളതല്ലേ ഉള്ളൂ. ഓപ്ഷൻ 3 ആണ് ഉത്തരം വരും. ഓക്കെ, അടുത്ത മക്കളെ നമ്മുടെ അല്ല, പൾമോണറി വെയിൻ നമ്മുടെ അല്ല. ഓക്കെ, ഇത് ടെറിഡോഫൈറ്റിൻ്റെ ലൈഫ് സൈക്കിളാണല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. സീക്വൻസ് ആക്കാനാണ് വരിക. ഇതിൽ പ്രോത്താലസ് എന്ന് പറഞ്ഞാൽ ഗെമറ്റോഫൈറ്റ് സ്റ്റേജാണ്. ഫെർട്ടിലൈസേഷൻ ഇതിൽ നിന്നുള്ള ഗെമൈറ്റാണ് ഉണ്ടാക്കാം. മിയോസിസ് സ്പോർ മദർ സെൽ എന്ന് പറയുമ്പോൾ അത് സ്പോറോഫൈറ്റായി. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആദ്യം വരിക. ബി വന്നു, സ്പോറോഫൈറ്റായി. സ്പോറോഫൈറ്റിൻ്റെ സ്പോറ് മദർ സെല്ലിൽ മിയോസിസ് നടന്ന സ്പോർ ഉണ്ടായി. അത് പിന്നെ എന്താകും, സ്പോറ് പ്രോത്താലസ് എന്ന് പറയുന്ന ഗെമറ്റോഫൈറ്റ് ആകും. ആ ഗെമറ്റോഫൈറ്റിൽ എന്തുണ്ട്, ആർക്കിഗോണിയോ ആന്ത്രീഡിയോ എന്ന് പറഞ്ഞ 2 ഭാഗങ്ങളുണ്ട്. 2 ഗെമറ്റോഫൈറ്റ് ഉണ്ട്, എ ബി ഡി ആയി. പിന്നെന്താ ആന്ത്രോസോയിഡ്സ് ആർക്കിഗോണിയോ വാട്ടറിലേക്ക് റിലീസ് ചെയ്തു, ഇ വരും. അവസാനം സി വരും. അപ്പോൾ എങ്ങനെ വരിക, ബി എ ഡി ഇ സി, ഇതാണ് ഉത്തരം. ഓപ്ഷൻ 3 ആണ് ഉത്തരം വരിക. ബ്ലൂ ആൻഡ് വൈറ്റ് സെലക്റ്റബിൾ മാർക്കർ. ബ്ലൂ ആൻഡ് വൈറ്റ് സെലക്ഷൻ അറിയാലോ. ഡെവലപ്മെൻറ്റ് ഡിഫറൻഷ്യേറ്റ് റീകോമൻറ്റ് ആൻഡ് നോൺ റീകോമൻറ്റ്. റീകോമൻറ്റ് ആണെങ്കിൽ എന്താ പറ്റുക, വൈറ്റ് കളറിലാണ് കാണുക. നോൺ റീകോമൻറ്റ് ആണെങ്കിൽ ബ്ലൂ കളറിലാണ് കാണുക. ഓൺ ദ ബേസിസ് ഓഫ് എബിലിറ്റി ടു പ്രൊഡ്യൂസ് ക്രോമോജീനിക് സബ്സ്ട്രേറ്റിനെ ബീറ്റ ഗാൽറ്റോസിഡേസിന് എക്സ് ഗാൾ എന്നൊക്കെ നമ്മൾ വിളിക്കുക. ബ്ലൂ റീകോമനൻ്റ് ആണെങ്കിൽ വൈറ്റ് ആകും, നോൺ റീകോമൻ്റ് ആകും എന്താ, ബ്ലൂ ആയിരിക്കും വരിക. 2 സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് എന്ന് കേട്ടോ, കറക്റ്റ് ഏതാണെന്നാണ് ചോദ്യം. ബ്ലൂ കളേർഡ് കോളനീസ് ആവ്. ബ്ലൂ കളർ ആയിട്ടുണ്ടെങ്കിൽ അത് നോൺ റീകോമിനൻ്റ് ആണ്. അപ്പോൾ എന്താ പറ്റുക, ബ്ലൂ കളേർഡ് കോളനീസ് ആവ് DNA ഇൻസേർട്ട് ഇൻ പ്ലാസ്മിഡ് ദാറ്റ് ദേ ആർ ആൻഡ് ആർ റീകോമിനൻ്റ് കോളനി. ബ്ലൂ കളറിലുള്ളത് നോൺ റീകോമിനൻ്റ്, പക്ഷേ ഇവർ റീകോമിനൻ്റ് എന്നാണ് പറയണത്. ബ്ലൂ കളർ ഉണ്ടോ അത് നോൺ റീകോമിനൻ്റ് ആയിരിക്കും. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 തെറ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 2 എന്താ, കോളനി വിത്തൗട്ട് ബ്ലൂ കളർ, അതതിൻ്റെ അർത്ഥം വൈറ്റ് കളർ ഉള്ളവർ. വൈറ്റ് കളർ ഉള്ളവർ ഹാവ് DNA ഇൻസേർട്ട് ഇൻ പ്ലാസ്മിഡ്. DNA കയറ്റിയിട്ടുണ്ട്, ദാറ്റ് ഐഡൻറ്റിഫൈഡ് റീകോമൻ അതല്ലേ. ബ്ലൂ കളർ ഉള്ളത് നോൺ റീകോമനൻ്റ് ആണ്, പക്ഷേ ഇവിടെ റീകോമൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ തെറ്റായി. വൈറ്റ് കളർ ഉള്ളത്, വിത്തൗട്ട് ബ്ലൂ എന്ന് പറഞ്ഞാൽ വൈറ്റ് കളർ ഉള്ളവർ, വൈറ്റ് കളർ ഉള്ളവർ റീകോമനൻ്റ് ആയിരിക്കും. കറക്റ്റാണ്. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് വരിക. സ്റ്റേറ്റ്മെൻറ്റ് 1 2. 1 ട്രൂ ആണ്, 2 തെറ്റാണ്. അല്ല 1 തെറ്റാണ്, 2 ശരിയാണ്. 1 തെറ്റ്, 1 തെറ്റ്, 1 തെറ്റ്. ഇത് 1 തെറ്റ്, 2 കറക്റ്റ്. ഓപ്ഷൻ 2 ആണ് ഉത്തരം വരിക കേട്ടോ. ഓക്കെ, സൈലൻസിങ് ഓഫ് mRNA. mRNA എങ്ങനെ സൈലൻസ് ആക്കാം, ബൈ ഗിവിങ് ഡബിൾ സ്റ്റാൻഡേർഡ് കോംപ്ലിമെൻ്ററി RNA ടു ബൈൻഡ് ആൻഡ് പ്രിവെൻറ്റ് ട്രാൻസ്ലേഷൻ ഓഫ് mRNA. RNA ഇൻ്റർഫറൻസിൻ്റെ ഡെഫിനിഷനാണ് അത്. മൈറ്റോകോൺഡ്രിയ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലെ കോംപ്ലക്സ് 2 ഏതാ, കോംപ്ലക്സ് 1 NADH ഡീഹൈഡ്രോജനേസ്, കോംപ്ലക്സ് 2 എന്താ, സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ്. 4 ഉത്തരം വരിക. അടുത്തത് ഇൻ ഫ്ലോറൽ മോർഫോളജി എന്ന ക്വസ്റ്റ്യൻ ആണ്. ഫ്ലോറൽ ഫോർമുല ഇതെന്താ ആക്ടിനോമോർഫിക് കണ്ടീഷനാണ് സൂചിപ്പിക്കുക. ഇത് സൈഗോമോർഫിനെ അല്ല. ഓപ്ഷൻ 2 തെറ്റാണ്. ഇതെന്താ ഇൻഫീരിയർ ഓവറിലെ സുപ്പീരിയർ ഓവറിനെയാണ് സൂചിപ്പിക്കുക. ഓക്കെ, ഓപ്ഷൻ 1 തെറ്റ്. 2 എന്താ, ഫ്ലോറൽ ഫോർമുല റെപ്രസെൻറ്റ്സ് ആക്ടിനോമോർഫിക് കറക്റ്റ് ആൻഡ് ഇറ്റ് റെപ്രസെൻറ്റ് സുപ്പീരിയർ ഓവർ. ഇത് കറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റ്, 2 ഇൻകറക്റ്റ്. 1 ഇൻകറക്റ്റ്, 2 കറക്റ്റ്. ഞാൻ എന്താ പറയണത്, 1 ഇൻകറക്റ്റ്, 2 കറക്റ്റ്. ഇതാണ് ഇങ്ങനെ ഓപ്ഷനാണ് കേട്ടോ കറക്റ്റ് വരിക. കണ്ടോ, ഇങ്ങനെ കുറേ കണ്ടോ. 1 ഇൻകറക്റ്റും 2 കറക്റ്റുമാണ് ഇവരെല്ലാത്തിലും ആക്കിയേക്കുന്നത്. ഇതിലെങ്ങനെയാണോ നോക്കാം. ഇൻ എക്കോസിസ്റ്റം ദർ ഇസ് യൂണി ഡയറക്ഷൻ ഫ്ലോ ആണ്. ഒരു ഡയറക്ഷനിലെ പോകുള്ളൂ, ഫ്രം സൺ ടു പ്രൊഡ്യൂസർ ദെൻ ടു കൺസ്യൂമർ. കറക്റ്റാണ്. എക്കോസിസ്റ്റം ആർ എക്സംപ്റ്റഡ് പറഞ്ഞാൽ അനുസരിക്കില്ല. എക്കോസിസ്റ്റം അനുസരിക്കുന്നില്ല. എക്കോസിസ്റ്റത്തിലെ എനർജി ഫ്ലോ അനുസരിക്കുന്നില്ല, അല്ലെങ്കിൽ എക്കോസിസ്റ്റത്തിൻ്റെ എനർജി ഫ്ലോയിൽ ഉൾപ്പെടുന്നില്ല. എന്ത്, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. തെറ്റാണ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അനുസരിക്കുന്നുണ്ട്, സെക്കൻഡ് ലോയിനെ അനുസരിക്കുന്നുണ്ട്, 10% ലോ. ഈ 3 ലോയിനെ ബേസ് ചെയ്താണ് എനർജി ഫ്ലോ നടക്കുക, അല്ലാതെ സെക്കൻഡ് ലോനെ അനുസരിക്കാതല്ല.
അപ്പം 1 കറക്റ്റ് 2 ഇൻകറക്റ്റ്, 1 കറക്റ്റ് 2 ഈസ് ഇൻകറക്റ്റ്. ഓപ്ഷൻ 1. വിച്ച് ഈസ് ദ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ മക്കളെ, വിച്ച് ഈസ് ദ, നമുക്കൊന്ന് ബാക്ക് അടിക്കാം കേട്ടോ. ആ ക്വസ്റ്റ്യനിൽ വിച്ച് ഈസ് ദ, ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ വരിക, ഇതായിരുന്നു ക്വസ്റ്റ്യൻ അല്ലേ. വിച്ച് ഈസ് ദ യൂണിറ്റ് ഓഫ് പ്രൊഡക്ടിവിറ്റി. പ്രൊഡക്ടിവിറ്റി എന്തായി, പ്രൊഡക്ടിവിറ്റി ആയപ്പം ടൈം മെൻഷൻ ചെയ്യണം. പ്രൊഡക്ഷൻ ആകുമ്പോൾ ടൈം വേണ്ട. ടൈം എന്താ, ഇയറിൽ നമ്മൾ പറയാം. ടൈം നമ്മളെപ്പോഴും ഇതിലാണ് പറയാം, ഇയറിലാണ് പറയുക. ഇയർ വന്നുകൊണ്ട് ഇതാണ് ഉത്തരം വരിക, ബാക്കിയൊന്നുമില്ല, ഇയറില്ല. ഓക്കെ, ഇത് ജെനറ്റിക്സ് ആണ്. ഇൻ സീഡ് ഓഫ് സെറിൽസ്, സെറിൽസ് പറഞ്ഞാൽ ധാന്യങ്ങൾ, ഗ്രാസ് ഫാമിലി. അപ്പോൾ അതെന്താ വരിക, മോണോകോട്ട്. മോണോകോട്ടിൻ്റെ ചിത്രത്തിൽ എപ്പോഴും ചോദിക്കുന്നതാണ് NCERT ഈ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടോ, ഇങ്ങനൊരു ചിത്രം, മോണോകോട്ട്. ഇതാണ് എൻഡോസ്പോം, ഇതാണ് എംബ്രിയോ. എൻഡോസ്പോമിനെ കവർ ചെയ്തൊരു പ്രോട്ടീൻ ലെയർ ഉണ്ട്. ഇറ്റ് ഈസ് സെപ്പറേറ്റ് എംബ്രിയോ ആൻഡ് എൻഡോസ്പോം. ആ പ്രോട്ടീൻ ലെയറിൻ്റെ പേരെന്താ, അല്യൂറോൺ ലെയർ, ട്രിപ്ലോയിഡ്. നമ്മളെപ്പോഴും പറയും ട്രിപ്ലോയിഡ് ലെയർ. എംബ്രിയോ ദാറ്റ് ഈസ് എൻഡോസ്പേമിനെ, ഇതാണ് എൻഡോസ്പേം. എൻഡോസ്പേമിനെയും എംബ്രിയോനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ലെയർ, അത് ഫുള്ളായിട്ട് എൻഡോസ്പേമിനെ കവർ ചെയ്യുന്നുണ്ട്. ആ ലെയറിൻ്റെ പേരെന്താ, എൻഡോസ്പോം സെപ്പറേറ്റ് എംബ്രിയോ ബൈ എ പ്രോട്ടീൻ ലെയർ കോൾഡ് അല്യൂറോൺ ലെയർ. ഇറ്റ് ഈസ് എ പ്രോട്ടീൻ ലെയർ. അല്യൂറോൺ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ എന്നാണ് അർത്ഥം. ഓക്കെ, കളറാണിത്, നമുക്ക് ബോർഡ് എക്സാമിന് വരെ ചോദിക്കുന്നതാണ്. വിബ്ജിയോർ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഓക്കെ, യെല്ലോ ആണ് സാന്തോഫിലിൻ്റെ കളർ. യെല്ലോ ഓർ ഗ്രീൻ ആണ് ക്ലോറോഫിൽ ബീൻ്റെ കളർ. ഗ്രീൻ ബ്ലൂ ആണ് ക്ലോറോഫിൽ എൻ്റെ കളർ. യെല്ലോ ഓറഞ്ച് ആണ് കരോട്ടിനോഡിൻ്റെ കളർ. സാന്തോഫിലിനെ എഴുതിയിട്ട് മേലോട്ടും താഴോട്ടും പോയാൽ മതി. സാന്തോഫില്ലിനാണ് യെല്ലോ കളർ. ഒറ്റ കളറുള്ളത് സാന്തോഫില്ല. അപ്പം C2 വരണം. C2 വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്. അപ്പം നമുക്ക് എ നോക്കണം. എ നോക്കിയിട്ട് കാര്യമില്ല, 3 ആണ്. ഡി നോക്കിയാൽ കണ്ടുപിടിക്കാം. ഡി എന്താ, കരോട്ടിനോയിഡ്. കരോട്ടിനോയിൻ്റെ കളർ എന്താ, യെല്ലോ ഓറഞ്ച്. യെല്ലോ ടു യെല്ലോ ഓറഞ്ച്. അപ്പം എന്താ വരിക, D4. D4 ഓപ്ഷൻ ഇതാണ്. ഓപ്ഷൻ 4 ആണ് ഉത്തരം വരിക. ഓക്കെ, അടുത്തത് ജനറ്റിക് എഞ്ചിനീയറിങ്ങിൽ ജീൻ ക്ലോണിങ്, ജീനുകളെ ക്ലോൺ ചെയ്യിപ്പിക്കാൻ ഏത് എൻസൈമാണ് വേണ്ടാത്തത്? ജീനെ മുറിക്കാൻ റെസിസ്റ്റൻസ് എൻസൈം വേണം. ജീനുകളെ കൂട്ടിച്ചേർക്കാൻ DNA ലിഗേസ് വേണം. മ്യൂട്ടേസോ റീകോമ്പിനേഷൻ ഒന്നും വേണ്ട. പോളിമറൈസ് വേണം. PCR നമ്മൾ ജനറ്റിക്കൽ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ PCR ജീൻ വേണമല്ലോ. സത്യം പറഞ്ഞാൽ PCR പോളിമറൈസിന് അത്ര റോളില്ല. ഇത് രണ്ടുമാണ് മെയിൻ. പക്ഷേ ഓപ്ഷൻ അവരുദ്ദേശിക്കുന്നത് എയും ബിയും ഇയും വേണം. വേണ്ടാത്തത് സിയും ഡിയുമാണ്. ഓപ്ഷൻ 3 ആണ് വരിക. ഓക്കെ, പ്രോക്യാറ്റിക് സെല്ലിൽ സെൽ വോൾ ഉണ്ടാക്കുന്ന DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്ന റെസ്പിറേഷൻ നടത്തുന്നത്. പ്രോക്യാറ്റിക് സെല്ലിൽ മൈറ്റോകോൺട്രി ഇല്ല. അപ്പോൾ അവിടെ റെസ്പിറേഷൻ കേൾക്കുമ്പോൾ നിങ്ങളുടെ മൈറ്റോകോൺട്രി ആയിരിക്കും തപ്പുക. ഓക്കെ, പിന്നെ സെല്ലുലാർ മെമ്മറൈനിസ് എക്സ്റ്റെൻഷൻ എന്ന് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് മെമ്മറൈനിസ് സ്ട്രക്ചറാണ്. മെമ്മറൈൻ കൊണ്ടുണ്ടാക്കിയ എക്സ്റ്റെൻഷനുകൾ, അത് ഏതാ, മീസോസോം. ക്രൊമാറ്റോഫോർ എഴുതല്ലേ, അത് സയാനോ ബാക്ടീരിയയിൽ മാത്രമേ കാണൂ, എല്ലാ പ്രോക്യാറ്റിലും ഒന്നും കാണില്ല. അതിൻ്റെ ഉള്ളിൽ പിഗ്മെൻ്റ് ആണ് കാണുക. മീസോസോമാണ് സഹായിക്കുക. അടുത്ത ചോദ്യം, സ്ക്യൂട്ടെല്ലം എവിടെ കാണാം? സ്ക്യൂട്ടെല്ലം മോണോകോട്ടിൻ്റെ ഒറ്റ കോട്ടിൻ്റെ പേരാണ് സ്ക്യൂട്ടെല്ലം. A2 ഉള്ള 2 ഓപ്ഷൻ ഉണ്ട് അല്ലേ. A2 ആണ്, D1 ആണ് രണ്ടിലും. അപ്പോൾ B നോക്കിയിട്ടേ കാര്യമുള്ളൂ. നോൺ ആൽബുമിനസ് സീഡ് ഏതാ? നോൺ ആൽബുമിനസ് സീഡ് ഗ്രൗണ്ട് നെറ്റ് നമ്മൾ പറയാറുണ്ടല്ലോ, ബോർഡ് എക്സാമിന് വരെ ചോദിക്കുന്നതാണ്. B3 വരുന്ന ഓപ്ഷൻ 3 ആണ് വരിക. ഇതിൽ B4 ആണ്, തെറ്റാണ്. മോണോകോട്ടിനെ കുറിച്ച് ഏതാണ് കറക്റ്റ് വരിക? വാസ്കുലർ ബണ്ടിൽസ് ആർ കൺജൂയിൻ ആൻഡ് ക്ലോസ്ഡ്, കറക്റ്റ്. ഫ്ലോയം പാരങ്കൈമസ് ആബ്സെൻ്റ്, കറക്റ്റ്. ഹൈപ്പോഡെർമിസ് ഈസ് ക്ലിയർ ആൻഡ് കൈമാറ്റസ്, തെറ്റാണ്. ഇറ്റ് ഈസ് പാരങ്കൈമാറ്റസ് അല്ല, ക്ലിയർ ആൻഡ് കൈമാറ്റസ് ആയിരിക്കണം. ഹൈപ്പോഡെർമിസ് ഈസ് ക്ലിയർ ആൻഡ് കൈമാറ്റസ് ആയിരിക്കണം, പാരങ്കൈമാറ്റസ് അല്ല. ഇത് ശരിയാണ്. ഓപ്ഷൻ 3 ആണ് തെറ്റ് വരിക. ഇതൊക്കെ നിങ്ങളുടെ സുവോളജി ആണ് കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫൈറ്റ് ഹോർമോൺ ന്യൂട്രിയൻ്റ് മൊബിലൈസേഷൻ, ന്യൂട്രിയൻസിനെ വലിച്ചെടുത്ത് ലീഫ് സെനിസെൻസ്, ലീഫിനെ വയസ്സായിപ്പിക്കാതിരിക്കുന്നത് ആരാ? വെരി സിമ്പിൾ, സൈറ്റോകൈനിൻ. എഥിലീനൊക്കെയാണ് ഉത്തരം കൊടുത്തേക്കുന്നത്, തെറ്റാണ്. സൈറ്റോകൈനിനാണ് ഉത്തരം വരിക. സൈറ്റോകൈനിൻ കുറച്ചേ പഠിക്കാനുള്ളൂ. ഓക്കെ, വൈ ക്യാൻ ഇൻസുലിൻ ഗിവൻ ഓറലി? വായിലൂടെ ഇൻസുലിൻ കൊടുക്കാൻ പറ്റാത്ത എന്താ? വായിലൂടെ കൊടുത്താൽ അത് നമ്മുടെ ഡൈജസ്റ്റീവ് എൻസൈം വന്ന് അതിനെ ദഹിപ്പിച്ചില്ലാണ്ടാക്കും. അപ്പോൾ വായിലൂടെ കൊടുത്താൽ വയറ്റിൽ അത് ദഹിച്ചു പോകും, ബ്ലഡിൽ എത്തില്ല, പ്രോട്ടീൻ അല്ലേ. ഇറ്റ് വിൽ ബി ഡൈജസ്റ്റഡ് ഇൻ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്ട്. ഇത് നമ്മുടെ ആപ്ലിക്കേഷൻ, ബയോടെക്നോളജി ആപ്ലിക്കേഷനിൽ NCERT ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഇത് കേട്ടോ. 4 വരിക. 4 ഉത്തരം വരിക.
DNA fragments except for gel electrophoresis can be used in construction. Recombinant DNA അഗ്രോസ് ജെൽ ഇലക്ട്രോഫോറസിസിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത ജീൻ എടുത്ത് നമുക്ക് കൂട്ടിച്ചേർത്ത് DNA ഉണ്ടാക്കാം. കറക്റ്റാണ്. സ്മോളർ സൈസ് ഉള്ളത് ഇവിടാണ് കാഥോഡ് നെഗറ്റീവ്, ഇവിടാണ് ആനോഡ്. സ്മോൾ സൈസ് ഉള്ളതൊക്കെ മുമ്പോട്ട് ഓടും, ലാർജ് സൈസ് ഉള്ളത് ബാക്കിലായിരിക്കും. സ്മോൾ സൈസ് DNA ഫ്രാഗ്മെൻറ്റ് നിയർ ആനോഡ്. സ്മോൾ സൈസ് ഉള്ളത് നേരെ ഓടും. അപ്പോൾ ഈ ആനോഡിൻ്റെ അടുത്ത ഇതല്ലേ ആനോഡ്, ഇതല്ലേ കാഥോഡ്, ആനോഡിൻ്റെ അടുത്താണ് കാണുക സ്മോൾ സൈസ് ഉള്ളത്. കറക്റ്റാണ്. ലാർജ് ഫ്രാഗ്മെൻറ്റ്സ് അധികം മൂവ് ചെയ്യില്ല, ഇവിടെ ബെല്ലിൽ തന്നെ അടുത്ത് തന്നെ ആയിരിക്കും കാണുക, ബെല്ലിൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും കാണുക. 1 കറക്റ്റ്, 2 കറക്റ്റ്, 1 and 2 കറക്റ്റ്, സെയിമെൻറ്റ് 1 and both കറക്റ്റ്. ഓപ്ഷൻ 3 ഉത്തരം വരിക. ഓക്കെ, ഇതെന്താ ലൈഫ് സൈക്കിൾ ഓഫ് ബ്രയോഫൈറ്റ്. ഇതേപോലെ ടെർഡോഫൈറ്റിൻ്റെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ബ്രയോഫൈറ്റ് നമുക്ക് നോക്കാം. ഫ്യൂഷൻ ഓഫ് ആന്ത്രോസോയിഡ്സ് വിത്ത് എഗ്, അറ്റാച്ച്മെൻറ്റ് ഓഫ് ഗെമറ്റോഫൈറ്റ് ടു സബ്സ്ട്രേറ്റ്. അതാണ് ആദ്യത്തേത്. ഗെമറ്റോഫൈറ്റ് ആദ്യം അറ്റാച്ച് ചെയ്യുന്നു, പിന്നെന്ത് ചെയ്യുന്നു, പിന്നെ അതെന്ത് ചെയ്യുന്നു, ഫ്യൂഷൻ ഓഫ് ഫോർമേഷൻ ഓഫ് റിലീസ് ഓഫ് ആന്ത്രോസോയിഡ്സ് ഇൻ ടു വാട്ടർ. അതല്ലേ ഗെമറ്റോഫൈറ്റ്. പിന്നെ മെയിൽ ഗെമറ്റായ ആന്ത്രോസോയിഡ്സിനെ വെള്ളത്തിലേക്ക് ഇറക്കി വിടുന്നു. അപ്പോൾ ആദ്യം എന്താ വരിക, ബി വരും, പിന്നെ ഇ വരും കേട്ടോ. പിന്നെ ഇത് പോയിട്ട് ഫ്യൂസ് ചെയ്തു, എ വരും, BEA വന്നു. എന്നിട്ട് എന്താ ഫ്യൂസ് ചെയ്ത ശേഷം സ്പോറോഫൈറ്റ് ഉണ്ടായി, ഡി വന്നു. പിന്നെന്താ സ്പോറോഫൈറ്റിൽ ഡിവിഷൻ നടന്ന് സ്പോർ ഉണ്ടാകും, സ്പോർ ഗെമറ്റോഫൈറ്റ് ആകും, സി വരും. ഓപ്ഷൻ എ ആണ് ഉത്തരം വരിക. ഓക്കെ, ഇത് നല്ല ക്വസ്റ്റ്യനാണ്. ഇറ്റ് ഈസ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ചിന്തിക്കണം, നല്ല ക്വസ്റ്റ്യനാണ് ഇത് കേട്ടോ. കുറച്ച് കൺഫ്യൂസിങ് ആക്കും, പക്ഷേ എളുപ്പമാണ്. ആർച്ച് വിറ്റാക്കറിൽ ഇൻക്രീസിങ് കോംപ്ലക്സിറ്റി ഇൻക്രീസ് ചെയ്യും. ബോഡി ഓർഗനൈസേഷൻ പറഞ്ഞാൽ യൂണിസെല്ലാറാണോ, മൾട്ടി സെല്ലാറാണോ, ടിഷ്യൂ ആണോ, ഓർഗനാണോ, ഓർഗൻ സിസ്റ്റം ആണോ, അതാണ് ബോഡി ഓർഗനൈസേഷൻ. അത് മൊണീറ ടു ആനിമേലിയ, ചെറുതിന് വലുതിലേക്ക് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. മൊണീറയിൽ എന്താ യൂണിസെല്ലാറാണ്. മൊണീറകൾ പ്രോക്യാരിയോട്ടിക് ആണ് വിത്ത് സെൽ വോൾ ഈസ് മേഡ് അപ്പ് ഓഫ് പോളിസാക്കറൈഡ് ആൻഡ് അമിനോ ആസിഡ്. സി ആണ് ഒന്നാമത് വരിക. സി ഫസ്റ്റ് വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അടുത്ത ശേഷം എന്താ വരിക, അടുത്ത് നമ്മൾ ഇതിനെക്കുറിച്ച് പറയണം. മൊണീറയാണ് പ്രോക്യാരിയോട്ട്. അടുത്ത പ്രോട്ടീസ് എന്താ, അത് യൂക്യാരിയോട്ടാണ്. യൂക്യാരിയോട്ട് വിത്ത് യൂണിസെല്ലാർ ഇതാണ് വരിക. യൂക്യാരിയോട്ടാണ് വിത്ത് സെല്ലുലാർ ബോഡി. സെല്ലുലാർ എന്ന് പറഞ്ഞാൽ യൂണിസെല്ലുലാർ ബോഡി ഓർഗനൈസേഷൻ. രണ്ടാമത് വരുന്നത് ഇ ആണ്. CE വരുന്ന ഓപ്ഷൻ 2 ഉണ്ടല്ലേ. അടുത്ത ഇനി ആരാ, ഫംഗസിനെ കുറിച്ച് പറയണം. ഫംഗസ് ആരാ, മൾട്ടി സെല്ലുലാറാണ് വിത്ത് കൈറ്റിനാണ് സെൽ വോളിൽ. അപ്പോൾ ഇത് 3 വന്നു, എ വന്നു. അടുത്ത പ്ലാന്റിനെ കുറിച്ച് എങ്ങനെ പറയാം, പ്ലാന്റ് ഓട്ടോട്രോപ്സ് ആയിരിക്കും. ഇവിടെ എട്ടോട്രോപ്സ് എന്ന് പറയാം. എട്ടോട്രോപ്സ് എന്ന് പറയാൻ ആനിമൽസാണ്. പ്ലാന്റ് ആരാ, യൂക്യാരിയോട്ടിക് ഓട്ടോട്രോപ്സ് ആണ്. അപ്പോൾ ഇതാണ് പ്ലാന്റുകൾ. അപ്പം ഇത് 4, 1, 2, 3, 4, ഇത് 5. അപ്പോൾ എന്താ വരിക, CEADB. CEADB ഇതാണ് ഉത്തരം വരിക. ഓപ്ഷൻ 4 ഉത്തരം വരിക. ഓക്കെ, അടുത്ത ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം മക്കളെ. ഇന്ന് ചരിഞ്ഞു പോയി, സോറി. ഓക്കെ, സെൻട്രോമിയർ. സെൻട്രോമിയർ എന്ന് പറഞ്ഞാൽ എന്താ, ക്രോമസോമിൻ്റെ ഭാഗമാണ്. സെൽ ഡിവിഷന് വേണം സെൻട്രോമിയർ. ഓപ്ഷൻ A2. ഓപ്ഷൻ A2 വരുന്ന 2 ഓപ്ഷൻ ഉണ്ടല്ലേ. അപ്പോൾ A2 വരുന്ന 2 ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത നോക്കിയാൽ കിട്ടും, കാരണം ബാക്കിയെല്ലാം സീലിയം എന്തിനാ, സെൽ മൂവ്മെൻറ്റിനെ സഹായിക്കും. B3 A2 B3 ഇതാണ് ഓപ്ഷൻ 2 ഓപ്ഷൻ വരിക. ക്രിസ്റ്റേ എന്ന് പറഞ്ഞാൽ മൈറ്റോകോൺഡ്രിയയിൽ കാണും. സെൽ മെംബ്രെയിനിൻ്റെ ഫസ്റ്റ് ലിപ്പിഡ് ബൈലെയറാണ്. വെർഹോൾസ്റ്റിപ്പിയർ ലോജിസ്റ്റിക് ഗ്രോത്തിൽ എന്താ വരിക, dN/dt = R × N = K - N/K. ചിലർ N-K/K എന്ന് എഴുതും, തെറ്റാണ്. K ഈസ് ദ മാക്സിമം എമൗണ്ട് ഓഫ് ഓർഗാനിസം എ പോപ്പുലേഷൻ ക്യാൻ അക്കോമഡേറ്റ് ആണ്. K ആണ് മാക്സിമം, N അതിനേക്കാൾ ചെറുതായിരിക്കും. K - N/K. ഓപ്ഷൻ 4 വരിക. ഇത് എഴുതി വെക്കല്ലേ, ഇതൊക്കെ തെറ്റാണ്. ഇത്രയാണ് അവിടുത്തെ ക്വസ്റ്റ്യൻ വന്നത്. ഇത്രയുള്ള മക്കളെ 150 ക്വസ്റ്റ്യനായി. ഇത്രയാണ് നമ്മുടെ ബോട്ടണി. സിമ്പിളാണെന്ന് കരുതുന്നു, മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറയണേ. ഞാൻ വേഗം ചെയ്തതാണ് വീഡിയോ. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം വാട്സാപ്പിൽ 70 34 450 570. ദിസ് ഈസ് മൈ ഫോൺ നമ്പർ. ഓക്കെ, താങ്ക് യു.